ഹലോ നമസ്കാരം. രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട്ടിൻ്റെ കഥയൊന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ 29/5/26 കഥയാണ്. അപ്പോൾ കഥയിൽ മറ്റേ നമ്മുടെ നിധുവിൻ്റെ ചേട്ടനും വേറെ 1-2 പേരും കൂടെ വന്ന് ഭീഷണി മുഴക്കുകയാണ്. അപ്പോൾ ഇയാൾ ഭാസ്കരൻ ഉമ്മർത്തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരും ഇല്ലേടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പറയും, എന്താടാ പൊട്ടാ, നമുക്കറിയില്ലേ, ഞാൻ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ കസാരയിൽ, എടാ കിഴവാ, ഇവിടെ ആരും ഇല്ലേ എന്ന് പറയുമ്പോൾ, കിഴവൻ നിൻ്റെ അച്ഛനെ പോയി വിളിക്കടാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആരും ഇല്ലെങ്കിൽ ഇറങ്ങി വാടാ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് വലിയ വെല്ലുവിളി ഇറക്കട. ചേട്ടാ ഇവനെന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാനിവിടെ ഇരിക്കുന്നത് നിൻ്റെ പൊട്ടക്കണ്ണ നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളി എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ പറയോ, നിങ്ങളോ ഈ കിഴവനല്ലാണ്ട് വേറെ ആരും ഇല്ല ഇവിടെ നിൽക്കും. ഇപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞു കിഴവൻ നിൻ്റെ അച്ഛനെ പോയി വിളിക്കാൻ, എന്താടാ നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി, ഇതേ മാറി നിന്നോണം കിഴവൻ, നിങ്ങളുടെ കൂമ്പ് ഞാൻ ഇടിച്ചു കാട്ടുമെന്ന് പറയും. ആര് നീയോ, എന്നാൽ നിങ്ങോട്ട് വാടാ എന്നും പറഞ്ഞിട്ടാണ് തല്ലാൻ ചെല്ലുന്നത്. അങ്ങനെ അടിക്കാൻ നിൽക്കുകയാണ് മൂപ്പര് ഇങ്ങനെ ജില്ല് തറന്ന് നിൽക്കുക. അപ്പോഴേക്കും അകത്തുനിന്ന് സുധീഷും സുഭാഷും കൂടെ ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം, എന്താ വെച്ചാൽ നിൽക്കും, മെക്കാനിക്കിൽ എവിടെയെന്നാണ് ചോദിക്കുന്നത്. പറയും, എടാ നിൻ്റെ വണ്ടി കേടുവന്നെങ്കിൽ അത് വർക്ക്ഷോപ്പ് കൊണ്ട് കൊടുക്കട, ഇവിടെ കിടന്ന് എന്താടാ ബഹളം വെക്കുന്നത് നോക്കിയപ്പോൾ പിന്നെ ഇവൻ തന്നെ പറഞ്ഞു, മെക്കാനിക്കില്ലേ എന്താണ് നിനക്ക് ചെവിയും കഴിക്കില്ല, മെക്കാനിക്ക് അവൻ വർക്ക്ഷോപ്പിലാണ്, ഇവിടെ ആരുമില്ല, അവൻ അവിടെ കൊണ്ടു കൊടുക്കുക എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുഭാഷ് എന്ന് പറയും, നിങ്ങൾക്ക് എന്താ കാര്യം നോക്കും. ആ മെക്കാനിക്കിനെ വിളിക്കുക പറയും, മെക്കാനിക്കിലേക്കും. അപ്പോൾ അപ്പോഴും ഇയാൾക്ക് ദേഷ്യം വരും. അപ്പോൾ എടാ നിന്നോടല്ലേടാ പറഞ്ഞ മരപ്പൊട്ടാ, ഇവിടെ അവൻ ഇവിടെ വർക്ക്ഷോപ്പിലാണെന്ന് എന്നോടല്ലേ മലയാളത്തിലല്ലേ പറയണമെന്നൊക്കെ എന്താ മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും. അപ്പോൾ പറയും, പിന്നെ നീ ആരാന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ പെങ്ങളെ അവൻ എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടക്കുകയാണ്, വർത്തമാനം പറയണത്. അപ്പോൾ ഏത് പെങ്ങൾ എന്ന് ചോദിക്കുക സുധീഷും സുഭാഷും. നിധുവിൻ്റെ അത് ശരി, നിധുവിൻ്റെ പിന്നെ ആങ്ങളെയാണോ നീ നോക്കിയാണ്. അപ്പോൾ ഏതാടാ എന്ന് ചോദിക്കും സുഭാഷ്, അല്ല ഭാസ്കരൻ. ആരാത് ആൾ നോക്കിയപ്പോൾ പറയാം, ഓട്ടോക്കാരൻ ചന്ദ്രൻ്റെ. ഓട്ടോക്കാരൻ ചന്ദ്രൻ്റെ മകനാണോ നീ, അത് നേരത്തെ പറയണ്ടേ. എടാ നീയല്ലടാ എൻ്റെ വണ്ടി പുഴക്കരയിൽ കഴുകാട്ട സമയത്ത് നീയല്ലേ എൻ്റെ വണ്ടി കയറി ഹോൺ അടിച്ചിട്ട് നിൻ്റെ ചന്തിക്ക് ഞാൻ ഒരു അടി തന്ന് വിട്ടത് പറയുമ്പോൾ സുഭാഷും സുധീഷും ചിരിക്കും. അപ്പോൾ അവനൊരു നാണക്കേട് പോലെ തോന്നുന്നുണ്ട്, കാരണം 2 കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ അവരുടെ ബലത്തിൽ വന്നിട്ടാണ് ഈ ഓട്ടം തുള്ളൽ. അപ്പോൾ പറയും, നീയാണോ, എന്നാൽ വിശദമായിട്ട് പറയണേ, നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കും. നീ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നാട് വിട്ട് പോയിട്ട് പിന്നെ ലാൻഡ് ചെയ്തോ, എന്താ കാര്യം നോക്കുമ്പോൾ. എനിക്ക് നിങ്ങളോടൊന്നും വിശദീകരിക്കാൻ സമയമില്ല, അവനോട് എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടക്കരുതെന്ന് പറയും, എൻ്റെ പെങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ട് പറയരുതെന്ന് പറയണമെന്ന് പറയാം. അത് നീ നിൻ്റെ പെങ്ങളോടാണ്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇവിടെ വന്ന് പറയണത് ചോദിക്കുകയാണ് ഭാസ്കരൻ. അപ്പോൾ അതന്നെ. അപ്പോൾ ഈ കിഴവെന്ന് വിളിക്കുമ്പോൾ നീ കിഴവാന്ന് വിളിക്കുമോ, അച്ഛന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മക്കൾക്ക് നല്ലോണം കൊള്ളുന്നുണ്ട് കേട്ടോ. എടാ നീ ആരോടാടാ സംസാരിക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ട് സുഭാഷ്. കാരണം ഇയാളെ വഴക്ക് പറയുന്നതൊന്നും അവർക്ക് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ പറയും, അപ്പോൾ കുറേ നേരം എന്നെ കിഴവാന്ന് വിളിക്കുന്നത്, ഇവൻ്റെ അച്ഛൻ്റെ കിഴവനൊന്നും അല്ലേ എന്ന് വയ്ക്കും. അപ്പോൾ പറയും, നിങ്ങൾ വാക്ക് നിന്ന് മാറാൻ നിൽക്കണ്ട, എൻ്റെ അനിയത്തിൻ്റെ പിറകെ നടന്ന് സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. നിൻ്റെ സംസാരം കേട്ടാൽ തോന്നുമ്പോൾ എൻ്റെ മകൻ നിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അനിയത്തിനെ പിടിച്ചിറക്കി അവിടെ നിന്ന് വർത്താനം പറയാമെന്ന്. നീ ഈ വർത്താനം നിൻ്റെ അനിയത്തിയോട് പോയി പറയാം, അവനിരിക്കുന്നിടത്ത് എന്തിനാ അവൾ ചെല്ലുന്നേ, അങ്ങനെയല്ലേ ഇവർ സംസാരിക്കുന്നത്, അല്ലാണ്ട് പിന്നെ അവൻ അങ്ങോട്ട് വന്നതെന്നല്ലോ എന്നറിയും. അപ്പോൾ പറയാം, അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ആലോചിച്ചൂടെ എന്ന് പറയും സുഭാഷ്. അപ്പോൾ അവനോട് ചിരിക്കും, ഈ വീട്ടിലേക്ക് എൻ്റെ പിന്നെ അനിയത്തി ഞാൻ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു തരണം അല്ലേ, നിങ്ങൾക്ക് നാണുണ്ടോ അത് ചോദിക്കാൻ. നിങ്ങൾ 4-5 ഇവിടെ പൊതുവേ നിങ്ങളുടെ വർത്തമാനത്തിൽ 4-5 ആൾക്കാർ താമസിക്കുന്ന ലോഡ്ജ് എന്നാണ് പറയുന്നത്. ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിലേക്ക് എൻ്റെ അനിയത്തിനെ കൊടുക്കാൻ നിങ്ങൾക്ക് നാണുണ്ടോ ഇങ്ങനെ കല്യാണം ആലോചിക്കാനെന്നൊക്കെ ചോദിക്കുക. അവിടുന്ന് അങ്ങോട്ട് പറയും, നിങ്ങളെ പിന്നെ തലമണ്ട, അവനെ എൻ്റെ കൈ കെട്ടി അവൻ്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കുന്നൊക്കെ ഈ പയ്യൻ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷല്ലേ ആൾ, സുധീഷ് ഒരൊറ്റ എന്നാൽ തലമണ്ട അടിച്ചു പൊട്ടിക്കടാന്നും പറഞ്ഞിട്ട് ഒറ്റതൊക്കെ കലിപ്പന്മാരാണ്. അല്ല സുഭാഷ് മാത്രമുള്ള ഒരു സാധു, ബാക്കി 3 കലിപ്പന്മാരാണ്. അതിൽ ഇതുകൊണ്ട് കേൾക്കുമ്പോൾ ഒരൊറ്റ നട്ട് കൊടുക്കണം അവൻ്റെ മണ്ടയ്ക്ക് പിന്നെ വിളിക്കുമ്പോഴേക്കും സുഭാഷും ഭാസ്കരനും പിടിക്കും. ഞാൻ നിൽക്കറിയാം, നീ അടിക്കാനോ, നീ ഇങ്ങോട്ട് പാടാ, നിൻ്റെ അനിയത്തിക്ക് അവനെ എൻ്റെ അനിയൻ ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം ഞാൻ നടത്തും, നീ ആര് എതിർത്താലും ഞാൻ നടത്തും, നീ ഇതിന് പണി നോക്കടാ എന്നൊക്കെ പറയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെന്നുള്ളത് കാണാൻ നമുക്കെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. പറഞ്ഞു, പോടാ തരത്ത് പോയി കളിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനെ വിടും. അവനൊരു ഗുണ്ടായുസം കാണിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, നീ ആരാടാ ഗുണ്ടായുസം കാണിക്കാൻ ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ വെച്ചിട്ട് നീ തന്തയോടില്ല ചന്ദ്രൻ അയാളോട് പോയി പറയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവിടുന്ന് ബൈക്ക് കൊടുത്ത് പോയി, മര്യാദയ്ക്ക് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മുട്ടൻ വടി ഉണ്ട്, ആ വടി എടുത്തിട്ട് ഒരു ഏറും കൊടുക്കും. പക്ഷേ അയാളുടെ അവരുടെ മേലൊന്നും കൊള്ളില്ല.
അത് കഴിഞ്ഞ് പിന്നെ കല്യാണാലോചന അപ്പോൾ മനസ്സിലായി സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് ഇവർക്ക് കാര്യം മനസ്സിലായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ സുധീഷും നിധിയും കൂടെ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്കും മാഡം എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചിരുന്നു രാവിലെ നിധി. അപ്പോൾ വരും അപ്പോൾ ഇരിക്കും. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ അത് സുധീഷാണ്. നിങ്ങൾ എന്താണ് വയ്ക്കുമ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താവ് വലിക്കുമ്പോൾ അത് അറിയും. പിന്നെ എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം? അത് ചില കാരണങ്ങളുണ്ട് മാഡം എന്നറിയും. അപ്പോൾ എന്താ, ഞങ്ങൾക്ക് ഒരിക്കലും ഒത്തു പോകാൻ പറ്റില്ല എന്ന് പറയും നിധി. ഒക്കെ നിധിയാണ് പറയുന്നത്, ഇവൻ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പറയും ഞങ്ങൾക്ക് പരസ്പരം ഒത്തുപോകാൻ പറ്റില്ല, അത് ഞങ്ങളുടെ കല്യാണം നടന്നത് ഒരു അവിചാരിതമായിട്ടാണ് ഞങ്ങൾ കല്യാണം നടന്നത്. നിങ്ങൾ ലവ് മാരേജ് ആണോ വയ്ക്കുമ്പോൾ അല്ല, അറേഞ്ച്ഡ് അണയ്ക്കുമ്പോൾ അതുമല്ല, പിന്നെ എങ്ങനെ നിങ്ങളുടെ കല്യാണം നടന്ന്? അതാ മാഡം, അത് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതെനിക്കിപ്പോൾ പറയാൻ നിവർത്തിയില്ല എന്ന് പറയും. അല്ല, നമുക്കിപ്പോൾ കോടതിയിൽ ഇത് പോവുകയാണെങ്കിലും അതിന് റീസണായിട്ടൊരു കാരണം വേണം, എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അത് ആ കാരണം നമ്മൾ എന്താ പറയുക? അതായത് ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് വേറെ വല്ല അഫയർ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇതൊന്നുമില്ല. സുധീഷ് നല്ലതാണ്, പക്ഷേ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് അവൾ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോൾ പറയുന്ന ഒരു കാര്യം ചെയ്യും, സുധീഷ് ഒന്ന് പുറത്തിരിക്കും, ഞാൻ നിധിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ സുധീഷ് പുറത്തിരിക്കും, നിധിയോട് സംസാരിക്കുകയാണ് അഡ്വക്കേറ്റ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്താണ് കാര്യം, എങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മാഡം അങ്ങനെ അവിചാരിതമായിട്ടാണ് ഞങ്ങളെ കല്യാണം നടന്നത്, ഒരിക്കലും കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്ന കല്യാണം അല്ല അത് എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കും, അത് പറയാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് മാഡം, പക്ഷേ ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, അത് ഞങ്ങൾക്ക് ഉണ്ടാക്കും ഇതാണെന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ മ്യൂച്വലാണെങ്കിൽ 6 മാസം സമയം പിടിക്കല്ലോ, മ്യൂച്വൽ ഡിവോഴ്സിനാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലും ആദ്യം ഒന്ന് ഇതാക്കും, പിന്നെ എന്തൊരു ഇതൊക്കെ എടുത്ത് പിന്നെ അവർ രണ്ടുപേരും വിളിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ അഡ്വക്കേറ്റ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നിധി ഒന്ന് അകത്തിരുന്നിട്ട് സുധീഷിനോട് തന്നെ വരാൻ പറയും. അങ്ങനെ നിധി നിധി പുറത്തിരുന്നിട്ട് സുധീഷിനോട് അതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടി പറയും. അങ്ങനെ നിധി പുറത്തു പോയിട്ട് സുധീഷിനോട് വരാൻ പറയണം. അപ്പോൾ സുധീഷ് വന്നിരിക്കുമ്പോൾ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്, എന്തിനാണ് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നത്, നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 മാസമായിട്ടുള്ള പറയുമ്പോഴേക്ക് ഈ അഡ്വക്കേറ്റ് ചിരിക്കുന്നുണ്ട്, സ്ത്രീയാണ്, അവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും എന്തുകൊണ്ടാണ് ഈ കല്യാണം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് എടുത്തൊഴിക്കും അറിയും, എനിക്ക് ഡിവോഴ്സ് വേണമെന്നില്ല മാഡം, അതൊക്കെ നിധിയുടെ താല്പര്യമാണ് അറിയും. അതെന്താ സുധീഷിനെ വയ്ക്കുമ്പോൾ അവൾ പറയുന്ന പോലെ ചെയ്യാമെന്ന് മാത്രം, പക്ഷേ എനിക്കത് വേണ്ടാന്ന് അവളോട് പറയാനുള്ള നിവർത്തിയില്ല എന്ന് പറയും. അതെന്തുകൊണ്ട് വയ്ക്കുമ്പോൾ അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് മാഡം എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ വളരെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. അപ്പോൾ പറയും എനിക്കിപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായല്ലോ, ഇതിപ്പോൾ എന്താ ഇത് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ മാഡം അത് കുറേ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ. ഇതിപ്പോൾ നിധി പറഞ്ഞ പോലെ അവിചാരിതമായിട്ട് നടന്നൊരു കല്യാണം തന്നെയാണ്, പക്ഷേ അവൾക്കത് വെറും ഒരു ഇതായിരുന്നെങ്കിൽ എനിക്കത് ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടം, അവളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഉപേക്ഷിക്കാതെ ഇരുന്നുകൊണ്ട് വയ്ക്കുമ്പോൾ പക്ഷെ അത് നിധിക്ക് പറ്റില്ല, നിധി എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുന്ന അറിയും. അപ്പോൾ അഡ്വക്കേറ്റ് പറയും എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ വരും എന്ന് പറയും. അതിന് നിധിയും അപ്പോൾ നിധിനെ പോയി വിളിക്കും. അപ്പോൾ നിധിയും വന്നിരിക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ സംസാരിക്കുക. അപ്പോൾ പറയും ഇത് ഈ പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാൻ പറയും, അത് കൊടുക്കുന്നതിൽ ഒരു ബുക്കുണ്ട്, അതിൽ ഒപ്പിടാൻ പറയുന്നുണ്ട്. അപ്പോൾ അവളത് ഒപ്പിടും. അവൾ പക്ഷേ ഇന്ന് ഒരു കൂളായിട്ടാണ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ഒപ്പിടുമ്പോൾ അവളെങ്ങനെ നോക്കുകയാണ്, അപ്പോൾ അവൻ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഒപ്പിട്ടോളൂ എന്നറിയാണ് അവൾ. അപ്പോൾ അവനങ്ങനെ ഒപ്പിട്ടിട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട്. ശരി ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോണ വഴിക്ക് കാണാം ഒരു ചാനൽ, നീലക്കുയിൽ ചാനലോ ഏതൊരു ചാനലിൻ്റെ പേര് പറയുന്നുണ്ട്, കുറിഞ്ഞി ചാനലോ എന്തൊരു ചാനലിൻ്റെ പേര് പറയുന്നുണ്ട്. ആ ചാനലിലെ ആൾക്കാർ ഒരു ടീമിനെ വിട്ടിട്ട് പിന്നെ കാണുന്നത് ഇവരെ രണ്ടുപേരെയാണ്. അപ്പോൾ നിങ്ങൾ കപ്പിൾസാണോ ചോദിക്കുമ്പോൾ അതേ പറയും. അത് ഇവള് പറയുന്നില്ല, പറയുന്നത് സുധീഷാണ്, അതേ അറിയുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ വയ്ക്കുമ്പോൾ ചോദിച്ചോളൂ എന്നറിയും. അപ്പോൾ എന്താണ് കുറച്ച് ഇതായിട്ടുള്ള സംസാരങ്ങളൊക്കെ വെച്ചിട്ട് ചോദിക്കും, ഈ വൈഫിന് എന്തൊക്കെ കളറുകളാണ് ഇഷ്ടം, ഏത് കളറാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കും. പേര് ചോദിക്കും. അപ്പോൾ നിധി സുധീഷ് എന്ന് പറയും. അപ്പോൾ നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയും നീലയാണ് ഇഷ്ടം എന്ന് പറയും. അപ്പോൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതെ എന്ന് പറയും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും എല്ലാ ഭക്ഷണവും കഴിക്കും, പക്ഷേ കൂടുതൽ ഇഷ്ടം എന്താ പറയുക മീനാണോ അതോ ചിക്കനാണോ അങ്ങനെ എന്തോ ഒരു ഇത് പറയൂ കേട്ടോ, എല്ലാം ഇഷ്ടമാണ് പറയും. അങ്ങനെ ഇവളുടെ ഓരോ കാര്യങ്ങൾ ഈ പെൺകുട്ടി ചോദിക്കുമ്പോൾ അവൻ
കറക്റ്റ് ആൻസറുകൾ പറയുകയാണ്. നിധിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇനി ഈ നിധിയോട് ചോദിക്കുക, സുധീഷിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പറയും നിധിയോട് ചോദിക്കുമ്പോൾ സുധീഷിന് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ചുമപ്പാണ് പറയും. ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചുമപ്പല്ല ഇഷ്ടം, എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം, പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം ഒരു ഷർട്ട് എടുത്തുന്നത് ചുമപ്പാണ്, അതുകൊണ്ട് ചുമപ്പ് ഇഷ്ടമാണ് പറഞ്ഞിട്ട്. കാരണം അപ്പോൾ അവളെ അവിടെ നിന്ന് രക്ഷിച്ചു. പിന്നെ ചോദിക്കും എന്ത് ഫുഡാണ് ഇഷ്ടം എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്, കാരണം അവൾക്കറിയില്ല അവൻ എന്ത് ഫുഡാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അവൾ പറയും എല്ലാം ഇഷ്ടമുണ്ട്, പക്ഷേ മീനാണ് തോന്നുന്നു കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആണോ സുധീഷ് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫാണ്, പക്ഷേ ഞങ്ങൾ വീട്ടിൽ ബീഫ് കഴിക്കാറില്ല, അപ്പോൾ ഞാൻ മീനാണ് കഴിക്കുക, അതുകൊണ്ടാണ് നിധി അങ്ങനെ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പറയൂ അത് ശരി, അപ്പോൾ സുധീഷ് നിധിയെ രക്ഷിക്കാനുള്ള പരിപാടിയാണല്ലോ വയ്ക്കുമ്പോൾ അല്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് വരുമ്പോൾ അതിനൊക്കെ ആൻസറും ഒക്കെ പറയും. നിങ്ങളെന്തായാലും നല്ല കപ്പിൾസാണ്, നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീ, ഈ പെൺകുട്ടി അവൾക്ക്. അപ്പോൾ ആ ബൊക്കെ വാങ്ങിയിട്ട് പിന്നെ പറയാണ്. അപ്പോൾ ശരി പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഈ ബൊക്കയും പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്, കൂടെ ഇവനുമുണ്ട്, സുധീഷും ഉണ്ട്. അപ്പോൾ പറയും സുധീഷിന് പിന്നെ എങ്ങനെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലായത് വയ്ക്കും. അപ്പോൾ ഒരു 4-5 മാസമായിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായി തൻ്റെ ഇഷ്ടങ്ങൾ, പക്ഷേ താൻ എൻ്റെ ഇഷ്ടങ്ങൾ പറഞ്ഞ് തെറ്റായി പോയി എന്ന് പറയും കേട്ടോ. പക്ഷേ 1-2 ശരിയല്ലായിരുന്നു, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞതല്ലേ എന്ന് പറയും. അങ്ങനെ അവർ രണ്ടാളും കൂടെ സംസാരിച്ച് നോക്കുമ്പോൾ എന്നാൽ ശരി പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ അവൾ കയ്യിലുള്ള ബൊക്കെ വലിച്ചെറിയും, അവർ ഗിഫ്റ്റ് കൊടുത്തതാണ് ആ ബൊക്കെ, അത് വലിച്ചെറിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ സുധീഷ് ആ പൂവിലേക്ക് ഇങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കാരണം ആ ബൊക്കേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അവൻ. പിന്നെ ഉള്ളത് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഈ കല്യാണ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാളത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കഥ ആരും മിസ് ചെയ്യാണ്ട് കാണുക. നമ്മളെ സുധീഷ് വളരെ സങ്കടത്തിലാണ്, ഡിവോഴ്സിൻ്റെ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.